ജർമ്മനിയിലെ മ്യൂണിച്ചിൽ വ്യാപാര സമുച്ചയത്തിനു നേരെയുണ്ടായ വെടിവെപ്പിൽ 15 പേർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. തെക്കൻ ജർമ്മനിയിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിന് സമീപമുള്ള വ്യാപാര സമുച്ചയത്തിലാണ് വെടിവെപ്പ് നടന്നത്. തെക്കൻ ജർമ്മനിയിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിന് സമീപമുള്ള വ്യാപാര സമുച്ചയത്തിലാണ് വെടിവയ്പ് നടന്നത്. വെടിവയ്പിൽ ഇതുവരെ 15 പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. എന്നാൽ ഔദ്യോഗികമായ കണക്കുകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അജ്ഞാതനായ തോക്കുധാരി ഇന്ത്യൻ സമയം വൈകിട്ട് 4 മണിയോടെ മാളിലേക്ക് വെടിയുതിർത്തു എന്നതാണ് റിപ്പോർട്ട്. എന്നാൽ ആരാണ് ആക്രമണം നടത്തിയത് എന്നതിനെക്കുറിച്ച് സൂചനയൊന്നും നൽകാൻ ജർമ്മൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. സംഭവസ്ഥലം പോലീസ് വളഞ്ഞിരിക്കുകയാണ്. വെടിവയ്പ് നടന്ന സ്ഥലത്തേക്ക് ജനങ്ങൾ വരുന്നതിന് പോലീസ് വിലക്കേർപ്പെടുത്തി. വീടുകളിൽ നിന്നും ആരും പുറത്തേക്കിറങ്ങരുതെന്നും പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. കാണാതായ വിമാനം കണ്ടെത്താനായി ബംഗാൾ ഉൾക്കടലിൽ തെരച്ചിൽ ആരംഭിച്ചു. വ്യോമ നാവിക തീരസംരക്ഷണ സേനകൾ സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. കാണാതായ വ്യോമസേന വിമാനത്തിൽ 2 മലയാളികളുമുണ്ടെന്ന് സൂചന. കോഴിക്കോട് കാക്കൂർ തച്ചൂർ അപ്പു നിവാസിൽ സജീവ് കുമാർ, കക്കോടി കോട്ടുപാടം സ്വദേശി IP വിമൽ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. കാണാതായ വിമാനം കണ്ടെത്താനായി ബംഗാൾ ഉൾക്കടലിൽ തിരച്ചിൽ തുടരുകയാണ്. വ്യോമ നാവിക തീരസംരക്ഷണ സേനകൾ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. 2 വിമാനങ്ങളും 4 നാവികസേനാ കപ്പലുകളും 1 അന്തർവാഹിനിയും തിരച്ചിലിനായി രംഗത്തുണ്ട്. ഇതിനിടെ സംഭവത്തിൽ ഉൾപ്പെട്ട വൈമാനികരുടെ വിവരങ്ങൾ വ്യോമസേന പുറത്തുവിട്ടു. വിമാനം നിയന്ത്രിച്ചവരുടെ വിവരങ്ങളാണ് സേന പുറത്തുവിട്ടത്. ലഫ്റ്റനന്റ് കേണൽ ബട്സാര, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് കുനാൽ, കോ പൈലറ്റ് നന്ദ, ഫ്ലൈറ്റ് എഞ്ചിനീയർ രഞ്ജൻ എന്നിവരുടെ പേരുവിവരങ്ങളാണ് പുറത്തുവിട്ടത്. എന്നാൽ കാണാതായ വ്യോമസേനാ വിമാനത്തിൽ 2 കോഴിക്കോട് സ്വദേശികളും ഉൾപ്പെട്ടിട്ടുണ്ട്. കാക്കൂർ തച്ചൂർ അപ്പു നിവാസിൽ രാജന്റെ മകൻ സജീവ് കുമാർ, കക്കോടി കോട്ടുപാടം സ്വദേശി ചെറിയാമ്പത്ത് പരേതനായ വാസുനായരുടെ മകൻ IP വിമൽ എന്നിവരാണ് കാണാതായത്. പോർട്ട് ബ്ലെയറിൽ നേവി ഉദ്യോഗസ്ഥനാണ് സജീവ് കുമാർ. വിമൽ കാർനിക്കോബാറിലെ മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുമാണ് ജോലി നോക്കുന്നത്. ന്യൂസ് ഡെസ്ക്. എറണാകുളത്ത് മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹാരം തേടുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അനുരഞ്ജന യോഗം വിളിച്ചിട്ടുണ്ട്. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 12 മണിക്കാണ് യോഗം. കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, എറണാകുളം പ്രസ് ക്ലബ്ബ് പ്രതിനിധികൾ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുക. പീപ്പിൾ എക്സ്ക്ലൂസീവ്. KPCC പുനഃസംഘടന അടിയന്തരമായി നടത്തണമെന്നാവശ്യപ്പെട്ട് KPCC സെക്രട്ടറിമാർ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. VM സുധീറിന് ഇതുവരെ പിന്തുണ നൽകിയിരുന്ന സെക്രട്ടറിമാരാണ് നേതൃമാറ്റ ആവശ്യവുമായി കോൺഗ്രസ് ഉപാധ്യക്ഷനെ സമീപിച്ചത്. പാർട്ടിയിലെ ഭൂരിപക്ഷ അഭിപ്രായവും KPCC നേതൃമാറ്റം തന്നെയെന്ന് നേതാക്കൾ രാഹുലിനെ ധരിപ്പിച്ചു. AK ആന്റണിയുമായി രാഹുൽ ഇനി ചർച്ച നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് KPCC പുനഃസംഘടന അടിയന്തരമായി നടത്തണമെന്ന് കോൺഗ്രസ് MPമാർ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. VM സുധീറിനെതിരെ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്ന KPCC സെക്രട്ടറിമാരും ഇപ്പോൾ നേതൃമാറ്റ ആവശ്യവുമായി രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ എത്തിയത്. പാർട്ടി പുനഃസംഘടന ഉടൻ നടത്തണമെന്നും ഇപ്പോഴത്തെ നേതൃത്വവുമായി മുന്നോട്ടു പോയാൽ പാർട്ടി കൂടുതൽ നിർജീവമാകുമെന്നും നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അറിയിച്ചു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസരിക്കിന്റെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. നെയ്യാറ്റിൻകര സനൽ, പഴകുളം മധു എന്നിവരുൾപ്പെടെ 6 പരം KPCC സെക്രട്ടറിമാരാണ് നേതൃമാറ്റ ആവശ്യവുമായി രാഹുലിന് മുന്നിലെത്തിയത്. കഴിഞ്ഞ ദിവസം കൂട്ടമായും സ്വകാര്യമായും MPമാർ KPCC പുനഃസംഘടന എന്ന ആവശ്യം രാഹുലിന് മുമ്പാകെ ആവർത്തിച്ചിരുന്നു. DCC പ്രസിഡന്റുമാർ മുതൽ പോഷക സംഘടനാ നേതാക്കൾ വരെ നീണ്ട കൂടിക്കാഴ്ചയിലും ഈ ആവശ്യം ശക്തമായിരുന്നു. എന്നാൽ സുധീറിന് പകരം ആര് എന്ന ചോദ്യത്തിന് ഹൈക്കമാൻഡിൽ മറുപടി പറയാൻ MPമാർക്കായിരുന്നില്ല. അടിയന്തര നേതൃമാറ്റ ആവശ്യം വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചിരുന്ന കോൺഗ്രസ് ഉപാധ്യക്ഷൻ ഇപ്പോൾ സുധീറിനെതിരെയുള്ള ഭൂരിപക്ഷ അഭിപ്രായത്തിലാണ് ശ്രദ്ധയൂന്നുന്നത്. MPമാർക്ക് പിന്നാലെ KPCC സെക്രട്ടറിമാരും KPCC പുനഃസംഘടന എന്ന ആവശ്യം ഹൈക്കമാൻഡ് മുമ്പാകെ ശക്തമാക്കി കഴിഞ്ഞു. ഇനിയും ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കോഴിക്കോട് റാഗിങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. വടകര MHES കോളേജിലെ 1ാം വർഷ മൈക്രോബയോളജി വിദ്യാർത്ഥിനി അസ്നാസാണ് മരിച്ചത്. ഇടുക്കി മെഡിക്കൽ കോളേജ് വേണ്ടെന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ഇന്ന് UDFന്റെ ആഹ്വാനത്തിൽ ജില്ലയിൽ ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ അലംഭാവത്തെ തുടർന്നുണ്ടായ സംഭവങ്ങളെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നുവെന്ന CPIMന്റെയും BJPയുടെയും ആക്ഷേപം നിലനിൽക്കെയാണ് UDFന്റെ ഹർത്താൽ. അടിസ്ഥാന സൗകര്യം ഒരുക്കാതെ മെഡിക്കൽ കോളേജ് ആരംഭിക്കുകയും വിദ്യാർത്ഥികളെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്ത ഇടുക്കി മെഡിക്കൽ കോളേജ് ഈ സർക്കാരിന്റെ കാലത്ത് യാഥാർത്ഥ്യമാക്കുമെന്ന ഉറപ്പ് നൽകി CPIM ജില്ലാ കമ്മിറ്റി. UDFും യൂത്ത് കോൺഗ്രസും ഇപ്പോൾ നടത്തുന്ന മുതലക്കണ്ണീർ ജനങ്ങളെ പറ്റിക്കാനാണെന്നും CPIM.
കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ഇടുക്കി മെഡിക്കൽ കോളേജ് ഈ സർക്കാരിന്റെ കാലത്ത് അത്യാധുനിക സജ്ജീകരണങ്ങളോടെ തുറക്കുമെന്ന ഉറപ്പുമായാണ് CPIM ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. 70 കോടി രൂപ നബാർഡിൽ നിന്നും ധനസഹായം ലഭിച്ചിട്ടും അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ജാള്യത മറയ്ക്കാനാണ് UDFും യൂത്ത് കോൺഗ്രസുകാരും സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്ന് CPIM ആരോപിക്കുന്നു. UDF ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമക്കുരുക്കുകളും എല്ലാം അഴിച്ചുകൊണ്ട് ആവശ്യമായ പണം വെച്ച് മെഡിക്കൽ കോളേജിൽ പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളതാണ് LDF ഗവൺമെന്റിന്റെ അസന്നിഗ്ധത. ആ നിലപാടിൽ നിന്നും UDF ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജനവഞ്ചനയെ മറയ്ക്കുന്നതിന് വേണ്ടി നടത്തുന്ന കേവലമായ അതര വ്യായാമമാണ് യൂത്ത് കോൺഗ്രസിന്റെ UDF സമരം. മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യമില്ലായ്മ മൂലം നിലവിലെ വിദ്യാർത്ഥികളെ മറ്റു മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ആരോഗ്യമന്ത്രി ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തുന്നുണ്ട്. ജനപ്രതിനിധികളുമായി മന്ത്രി നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷമാകും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഭാവി പരിപാടികൾ തീരുമാനിക്കുക. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പാർക്കിംഗ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലെ ട്രക്ക് ഉടമകൾ നടത്തിവന്ന സമരം ഒത്തുതീർപ്പായി. തുറമുഖ വകുപ്പ് മന്ത്രിയുമായി ട്രക്ക് ഉടമകൾ കൊച്ചിയിൽ നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് പരിഹാരമായത്. പാർക്കിംഗ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങളായുള്ള ട്രക്ക് ഉടമകളുടെ സമരം ടെർമിനൽ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചതോടെയാണ് വകുപ്പ് മന്ത്രി പ്രശ്നപരിഹാരത്തിനായി ഇടപെട്ടത്. മന്ത്രി ട്രക്ക് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളുമായി കൊച്ചിയിൽ നടത്തിയ ചർച്ചയിൽ സമരം ഒത്തുതീർപ്പായി. DP വേൾഡിലും ബോൾഗാട്ടിയിലും താൽക്കാലിക പാർക്കിംഗ് സൗകര്യം ഒരുക്കും. സെപ്റ്റംബറോടെ സ്ഥിരം പാർക്കിംഗ് സൗകര്യം ഒരുക്കാനും യോഗത്തിൽ തീരുമാനമായി. BPCLന്റെ വല്ലാർപാടത്തെ സ്ഥലത്തും പ്രത്യേക സാമ്പത്തിക മേഖലയിലുള്ള പോർട്ട് ട്രസ്റ്റിന്റെ 10 ഏക്കർ ഭൂമിയിലുമാണ് സ്ഥിരമായ പാർക്കിംഗ് യാർഡ് പണിയുക. ഇതിനുള്ള നടപടികൾ ഏകോപിപ്പിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. പാർക്കിംഗ് സൗകര്യം ഉണ്ടാകണം എന്നത് ടെർമിനലിന്റെ പ്രവർത്തനാരംഭം മുതലുള്ള ആവശ്യമാണ്. എന്നാൽ പാർക്കിങ്ങിന് സ്ഥലം ലഭ്യമല്ലാതായതോടെ ട്രക്കുകൾ റോഡരികിൽ പാർക്ക് ചെയ്യുകയും ഇത് അപകടങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഹൈക്കോടതി ഇടപെട്ട് റോഡിലെ പാർക്കിംഗ് നിരോധിച്ചതോടെയാണ് ട്രക്കുടമകൾ സമരം ആരംഭിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2014-15 വർഷങ്ങളിലെ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കൈരളി പീപ്പിൾ TVക്ക് 15 അവാർഡുകൾ ലഭിച്ചു. കൈരളി TV MD ജോൺ ബ്രിട്ടാസ് അവതരിപ്പിക്കുന്ന JB ജംഗ്ഷന് മികച്ച ടെലിവിഷൻ ഷോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു. മികച്ച വാർത്താവതാരകനുള്ള പുരസ്കാരം NB ചന്ദ്രശേഖരനും മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം EM അഷ്റഫും ഏറ്റുവാങ്ങി. 2014 മികച്ച ടെലിവിഷൻ ഷോയായി കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് അവതരിപ്പിക്കുന്ന JB ജംഗ്ഷൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഷോ ഡയറക്ടറും എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ M രാജീവ് പുരസ്കാരം ഏറ്റുവാങ്ങി. അംഗപരിമിതയായ കൺമണി എന്ന പെൺകുട്ടിയുടെ അതിജീവനത്തിന്റെ കഥ പ്രചോദനം നൽകും വിധത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അതോടൊപ്പം വാവ സുരേഷിന്റെ നിർഭയമായ ജീവിത രീതിയും അതിന്റെ കൗതുകങ്ങളും പ്രേക്ഷകരിലേക്ക് സംക്രമിപ്പിക്കുന്ന അവതരണ രീതി മികവുറ്റതാക്കിയതിന് മികച്ച TV ഷോ എന്റർടൈൻമെന്റ് വിഭാഗം JB ജംഗ്ഷൻ. മികച്ച വാർത്താവതാരകനുള്ള പുരസ്കാരം ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ ഏറ്റുവാങ്ങി. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ NP ചന്ദ്രശേഖരനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച ടെലിഫിലിമിനുള്ള പുരസ്കാരം മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ EM അഷ്റഫിന്റെ ബോംയൂർ മയ്യഴിക്കാണ്. മികച്ച സംവിധായകനായും EM അഷ്റഫ് പുരസ്കാരം ഏറ്റുവാങ്ങി. 2014 ബിജു മുത്തത്തിയുടെ കേരള എക്സ്പ്രസ് ആണ് മികച്ച ഡോക്യുമെന്ററി. അമ്മക്കിളി എന്ന എപ്പിസോഡിനാണ് പുരസ്കാരം. 2015 കേരള എക്സ്പ്രസിന്റെ അവതരണത്തിന് ബിജു മുത്തത്തി പ്രത്യേക ജൂറി പരാമർശത്തിനും അർഹനായി. കഥേതര വിഭാഗത്തിൽ മികച്ച അവതാരകയായി ഭാഗ്യലക്ഷ്മി പുരസ്കാരം ഏറ്റുവാങ്ങി. കൈരളി TVയിൽ അവതരിപ്പിക്കുന്ന സെൽഫി എന്ന ടോക്ക് ഷോയ്ക്കാണ് പുരസ്കാരം. കഥാവിഭാഗത്തിൽ കുട്ടികളുടെ മികച്ച ഹ്രസ്വചിത്രമായി കോട്ടി പുരസ്കാരം നേടി. കോട്ടിയിലെ അഭിനയ തികവിന് അക്ഷയും നിതീഷും മികച്ച ബാലതാരങ്ങളായി. മികച്ച നടനായി ഉന്മാദം എന്ന ടെലിഫിലിമിലെ മുരുകൻ പുരസ്കാരം നേടി. ഇതേ ടെലിഫിലിമിലെ അഭിനയത്തിന് ശ്യാമള മികച്ച നടിക്കുള്ള പ്രത്യേക പരാമർശം നേടി. സഹ്യപുത്രി ദുഃഖപുത്രി എന്ന ഡോക്യുമെന്ററിയും പ്രത്യേക പരാമർശം നേടി. 2015 മികച്ച ബാലതാരമായി കുഞ്ഞേടത്തിയിലെ അഭിനയ തികവിന് ആരോമൽ പുരസ്കാരം നേടി. മികച്ച സിനിമാ ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം ഡോക്ടർ TK സന്തോഷ് കുമാർ ഏറ്റുവാങ്ങി. സാംസ്കാരിക മന്ത്രി AK ബാലനാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ, സംവിധായകനും തിരക്കഥാകൃത്തുമായ ശങ്കർ രാമകൃഷ്ണൻ, പുതുമുഖ നടി രജീഷ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മിൽമ തിരുവനന്തപുരം മേഖലാ ചെയർമാൻ കല്ലട രമേശ്, മുൻ MD KS വിജയകുമാർ എന്നിവർക്കെതിരെ വിജിലൻസ് കേസ്. മിൽമ പ്ലാന്റ് അറ്റൻഡർ നിയമന ക്രമക്കേടിലാണ് ചെയർമാനും മുൻ MDയും ഉൾപ്പെടെ 12 പേർക്കെതിരെ കേസെടുത്തത്. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി നിർദ്ദേശപ്രകാരമാണ് കേസിൽ FIR രജിസ്റ്റർ ചെയ്തത്.
മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയനിൽ പ്ലാന്റ് അറ്റൻഡർമാരെ നിയമിച്ചതിൽ ക്രമക്കേട് കണ്ടെത്തിയ കേസിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ കല്ലട രമേശ്, മുൻ MD KS വിജയകുമാർ എന്നിവരെ ആദ്യ 2 പ്രതികളാക്കിയാണ് കേസ്. മിൽമയുടെ 10 യൂണിയൻ മേഖലാ ബോർഡ് അംഗങ്ങളെയും കേസിൽ പ്രതികളാക്കിയിട്ടുണ്ട്. വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘം 1 നടത്തിയ ദ്രുതപരിശോധനയിലാണ് ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയത്. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. 2015-16 തിരുവനന്തപുരം മേഖലയിൽ പ്ലാന്റ് അറ്റൻഡർ ഗ്രേഡ് 3 നിയമനത്തിലേക്ക് നടന്ന എഴുത്തുപരീക്ഷയിൽ കുറവ് മാർക്ക് ലഭിച്ചവരെ നിയമിച്ചെന്നും തന്നെ ഒഴിവാക്കിയെന്നും ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം ആര്യനാട് സ്വദേശി സന്തോഷ് കുമാർ നൽകിയ പരാതിയിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ പ്രതികൾക്കെതിരായ ആരോപണത്തിൽ കഴമ്പുണ്ടെന്നും കേസെടുക്കാൻ തക്ക തെളിവുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഭിഭാഷകർ നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം. നെയ്യാറ്റിൻകര കോടതിയിലേക്ക് ശയന പ്രദക്ഷിണവും മാർച്ചും നടത്തിയാണ് പ്രാദേശിക മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചത്. നെയ്യാറ്റിൻകര പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം. മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച അഭിഭാഷകരെ അറസ്റ്റ് ചെയ്യണമെന്നും സ്വതന്ത്ര മാധ്യമപ്രവർത്തനം അനുവദിക്കണമെന്നും മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടു. കൊല്ലം ആശ്രാമം കണ്ടൽക്കാട് ജൈവ പൈതൃക സ്ഥാനമായി പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ശുപാർശ ഇനിയും നടപ്പായില്ല. കണ്ടൽക്കാട് സംരക്ഷണം ലക്ഷ്യമിട്ട് 2.5 വർഷം മുൻപാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സംസ്ഥാന സർക്കാരിന് ശുപാർശ നൽകിയത്. പദ്ധതി നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകത വിവരിച്ച് വിശദമായ റിപ്പോർട്ടാണ് സമർപ്പിച്ചതെങ്കിലും അനുകൂല തീരുമാനമുണ്ടായിട്ടില്ല. അപൂർവ ഇനം സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, ജീവജാലങ്ങൾ എന്നിവയുൾപ്പെടുന്ന ആശ്രാമം കണ്ടൽക്കാട് സംരക്ഷണത്തിന് അടിയന്തര നടപടി വേണമെന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ ദീർഘകാലമായുള്ള ആവശ്യത്തെ തുടർന്നാണ് ജൈവ വൈവിധ്യ ബോർഡ് ഇക്കാര്യത്തിൽ ഇടപെടുകയും കണ്ടൽക്കാടുകളുടെ പ്രത്യേകത കണക്കിലെടുത്ത് ജൈവ വൈവിധ്യ പൈതൃക സ്ഥാനമായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന പരിസ്ഥിതി വകുപ്പിനോട് ശുപാർശ ചെയ്തത്. ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് വൈകാതെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജൈവ വൈവിധ്യ ബോർഡും പരിസ്ഥിതി പ്രവർത്തകരും. എന്നാൽ ബോർഡിന്റെ ശുപാർശ ഇപ്പോഴും ഫയലിൽ ഉറങ്ങുകയാണ്. ഈ പ്രദേശം കോർപ്പറേഷന്റെ അധീനതയിലുള്ളതാണ്. അതുകൊണ്ട് അവരുടെ സമ്മതം വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ മുനിസിപ്പാലിറ്റി കയറി ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുണ്ട് എല്ലാ മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തുകൾക്കൊക്കെ. അങ്ങനെ കോർപ്പറേഷന്റെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അനുവാദം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോർപ്പറേഷൻ കയറി ഇറങ്ങി നാളുകൾ പരിശ്രമിച്ച് അവസാനം അതിന്റെ അനുവാദം എഴുതി തന്ന് അത് അവർക്ക് അയച്ചു കൊടുത്ത് എന്നിട്ട് ഇതിന്റെ ഫർദർ നടപടി എടുക്കണമെന്നും പറഞ്ഞ് ഞാൻ അവർക്ക് എഴുതി. പിന്നെ യാതൊരു അനക്കവുമില്ല. അഷ്ടമുടിക്കായൽ വൻതോതിൽ മലിനീകരിക്കപ്പെടുകയും ഈ മേഖലയിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുമ്പോഴും കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് ശാസ്ത്രീയ പദ്ധതികളൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. വൈവിധ്യ പൈതൃക സ്ഥാന പട്ടികയിൽ ഇടം കിട്ടിയാൽ കണ്ടലുകളുടെ സംരക്ഷണത്തിന് ആവശ്യമായ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനുമാവും. സർക്കാർ തലത്തിൽ വേണ്ടത്ര സമ്മർദ്ദമുണ്ടാകാത്തതാണ് പൈതൃക സ്ഥാനം സംബന്ധിച്ച് ഉത്തരവിടുന്നത് അനിശ്ചിതത്വത്തിലായെന്ന ആക്ഷേപവും ശക്തമാണ്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. യാത്രകൾ സുഖകരവും അപകടരഹിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ റോഡുകളിലെ കുഴികൾ രൂപപ്പെട്ടാൽ ഉടൻ റിപ്പയറിംഗ് പദ്ധതിക്ക് തുടക്കമായി. MLA ജെയിംസ് മാത്യുവിന്റെ നേതൃത്വത്തിൽ 7 പഞ്ചായത്തുകളെയും നഗരസഭയെയും ഒരു കുടക്കീഴിൽ നിർത്തി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് പദ്ധതി പൂർത്തീകരിക്കുന്നത്. ഇതിനായി തത്സമയം കുഴികൾ നികത്താനുള്ള ഇൻസ്റ്റന്റ് റോഡ് റിപ്പയറിംഗ് മിക്സും എത്തിക്കഴിഞ്ഞു. കുഴികൾ നിറഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഇനിയില്ല. സുഗമവും സുന്ദരവും അപകടരഹിതവുമായ യാത്രകൾ അനിവാര്യതയായ കാലഘട്ടത്തിൽ തളിപ്പറമ്പ് മണ്ഡലത്തിലാണ് MLA ജെയിംസ് മാത്യുവിന്റെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റികൾക്ക് രൂപം കൊടുത്തത്. ചെറുകുഴികൾ റോഡുകളിൽ രൂപപ്പെട്ടയുടൻ വിവരമറിയിക്കുക. ഇൻസ്റ്റന്റ് റോഡ് റിപ്പയറിംഗ് മിക്സ് റോഡ് ബോണ്ടുമായി ഉടൻ ആളുകളെത്തി റോഡിലെ കുഴികൾ അടയ്ക്കും. 7 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലുമായി മണ്ഡലത്തിൽ MLA ചെയർമാനായ കമ്മിറ്റികൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ചെറിയ ചിരട്ടയുടെ വലുപ്പത്തിൽ മാത്രമാണ് റോഡ് അടർന്നു പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു അല്പവും കൂടി വലിയ ഒരു സിമെന്റ് ചട്ടിയുടെ വലുപ്പത്തിൽ. ആ സമയത്ത് തന്നെ ഈ ഇൻസ്റ്റന്റ് റോഡ് മിക്സ് വേറൊരു കാര്യവും ചെയ്യാതെ, വെള്ളം ഉപയോഗിച്ച് കുഴയ്ക്കാതെ, ചൂടാക്കി ഉരുക്കാതെ, മറ്റ് ജെല്ലിയോ ഒന്നും ഉപയോഗിക്കാതെ ഒരു ബാഗിലുള്ള സാധനം പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ട് ചെറിയൊരു ഇരുമ്പിൻ്റെ മുട്ടി ഉപയോഗിച്ച് ഇടിച്ചുറപ്പിച്ച് ഒരു ന്യൂസ് പേപ്പർ ഇട്ടാൽ എത്ര കോരിച്ചൊരിയുന്ന മഴയത്തും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. 1 വർഷത്തിനകം പദ്ധതി പൂർത്തീകരിച്ച് മണ്ഡലത്തിലൂടെയുള്ള റോഡ് യാത്രകൾ സുഗമവും അപകടരഹിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആദ്യഘട്ടം തളിപ്പറമ്പ് നഗരസഭയിലും മയിൽ പഞ്ചായത്തിലും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.
തീവ്രവാദത്തിനെതിരെ മാനവികതയുടെ സന്ദേശമുയർത്തി CPIM കാസർഗോഡ് ജില്ലയിൽ സ്നേഹസംഗമം സംഘടിപ്പിക്കുന്നു. 2 ദിവസങ്ങളിലായി ജില്ലയിൽ 6 കേന്ദ്രങ്ങളിലായാണ് ബഹുജന പങ്കാളിത്തത്തോടെ സ്നേഹസംഗമം സംഘടിപ്പിക്കുന്നത്. തീവ്രവാദ ശക്തികളിൽ നിന്നും നാടിനെ രക്ഷിക്കുകയാണ് പരിപാടി കൊണ്ട് CPIM ലക്ഷ്യമിടുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്നും യുവജനങ്ങളെ പിന്തിരിപ്പിച്ച് നാടിനെ രക്ഷിക്കുക എന്ന സന്ദേശവുമായി കാസർഗോഡ് ജില്ലയിൽ മാതൃകാപരമായ പ്രവർത്തനത്തിന് CPIM തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ 6 കേന്ദ്രങ്ങളിലായി 2 ദിവസങ്ങളിൽ സ്നേഹസംഗമത്തിന് CPIM തുടക്കം കുറിച്ചു. കാസർഗോഡ്, പാലക്കുന്ന് എന്നിവിടങ്ങളിൽ ഇന്നലെ വൈകിട്ട് സ്നേഹസംഗമം നടന്നു. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനത്തോടെയായിരുന്നു സ്നേഹസംഗമത്തിന് തുടക്കം. മുൻമന്ത്രിയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ TK അംസ സ്നേഹസംഗമങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ ഭരണാധികാരത്തിൽ കയറിയിരിക്കാൻ രാഷ്ട്രീയം പിടിച്ചുപറ്റാൻ ഉണ്ടാക്കുന്ന അനാവശ്യമായ വർഗീയ ജാതി വികാരങ്ങൾ നമുക്ക് തള്ളിക്കളയണം. തൃക്കരിപ്പൂർ, പടന്ന, നീലേശ്വരം, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലും സ്നേഹസംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. യുവജന, വിദ്യാർത്ഥി, മഹിളാ സംഘടനകൾക്കൊപ്പം കലാ സാംസ്കാരിക പ്രവർത്തകരും സ്നേഹസംഗമത്തിൽ പങ്കാളികളാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ചവറ KMMLന്റെ വികസനത്തിന് വ്യവസായ വകുപ്പ് സമഗ്ര പദ്ധതി തയ്യാറാക്കുന്നു. ഖനന മേഖലയിലെ തൊഴിലവസരം ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിയാക്കും. ചിറ്റൂർ പാക്കേജ്, അഴിമതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഈ മാസം 28-ന് കമ്പനി സന്ദർശിക്കുമ്പോൾ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി EP ജയരാജൻ പീപ്പിൾ TVയോട് പറഞ്ഞു. കഴിഞ്ഞ UDF സർക്കാരിന്റെ 5 വർഷത്തെ ഭരണകാലത്ത് ഒരിക്കൽ പോലും അന്നത്തെ വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി KMML സന്ദർശിക്കാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി EP ജയരാജൻ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സംരക്ഷണത്തിന്റെ വികസനത്തിന് പ്രതീക്ഷ നൽകി ചവറ KMML സന്ദർശിക്കുന്നത്. തൊഴിൽ സാധ്യത വർദ്ധിപ്പിച്ചും വികസന പദ്ധതിക്ക് രൂപം നൽകിയും കമ്പനിയെ റെക്കോർഡ് ലാഭത്തിലെത്തിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ പീപ്പിൾ TVയോട് പറഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞ വിഷയം പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. KMMLനെ മെച്ചപ്പെട്ട സ്ഥാപനമാക്കി മാറ്റാൻ എല്ലാ ശ്രമങ്ങളും ഉണ്ടാകും. അതിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കും. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇന്നുള്ള തൊഴിൽ സാധ്യതയുടെ ഇന്ന് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ഇരട്ടിയിലേക്ക് 5 വർഷം കൊണ്ട് തൊഴിൽ സാധ്യത വിപുലീകരിക്കുക, അതിനുള്ള ഖനനം, പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഒരു പ്രകൃതി സൗഹൃദ വ്യവസായം എന്നുള്ള നിലയിൽ KMMLനെ മാറ്റി തീർക്കാനും വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകും. പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിറ്റൂരിലെ മാലിന്യ പ്രശ്നം, കമ്പനിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ, ഖനന മേഖലയിലെ സ്തംഭനം തുടങ്ങിയവ ഈ മാസം 28-ന് കമ്പനി സന്ദർശിക്കുമ്പോൾ ചർച്ച ചെയ്യുമെന്നും പരിസ്ഥിതിയും ജനസൗഹൃദവും വീണ്ടെടുത്താകും കമ്പനിയെ വികസിപ്പിക്കുകയെന്നും മന്ത്രി EP ജയരാജൻ പീപ്പിൾ TVയോട് വ്യക്തമാക്കി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.